ഹായ് ഓൾ നമസ്കാരം. ഞാൻ കഴിഞ്ഞൊരു 1 വീക്ക് മുന്നേ ഈ ഒരു ചാനലിൽ ഓൾറെഡി എന്താണ് ലിറ്റ്മെക്സ് അല്ലെങ്കിൽ എന്താണ് ലിറ്റ് മൈനർ എന്നൊക്കെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, വളരെ ഫ്രീ ആയി ₹1 പോലും മുതൽ മുടക്കില്ലാതെ ദിവസവും നമുക്ക് പണം സമ്പാദിക്കാൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ലിറ്റ്മെക്സ് പ്രോട്ടോകോൾ നമ്മുടെ മുന്നിലോട്ട് ഒരു ഫ്രീ മൈനിങ് എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ തന്നിട്ടുള്ളത്. എന്നാൽ ഇന്ന് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് എന്താണെന്ന് നമ്മളൊന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്, ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം എന്നുള്ളത്. സോ എന്നെ ഈ ഒരു കുറഞ്ഞ സമയം നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കാൻ തയ്യാറാകുക. ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഈ ഒരു പ്രൊജക്റ്റിന് സാധിച്ചേക്കാം. കാരണം ഇന്ന് നമുക്കറിയാം, ക്രിപ്റ്റോ മേഖലയുടെ സാധ്യത തീർച്ചയായിട്ടും അറിയുന്ന ആളുകളാണ് ഓരോ മലയാളികളും. ഒരുപക്ഷെ ഇന്ന് ആ മേഖലയെ കുറിച്ച് അറിയാത്ത ചില ആളുകളെങ്കിലും അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ തന്നെ താല്പര്യപ്പെടുന്ന ആളുകളാണ്. കാരണം നമുക്കറിയാം, ഇന്ന് ട്രേഡിങ്ങിനൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ സ്വീകാര്യത വന്നുകൊണ്ടിരിക്കുന്നു. ആളുകൾ ട്രേഡിംഗ് പഠിക്കുന്നു, ഫോറക്സ് മാർക്കറ്റിനെ പറ്റി പഠിക്കുന്നു, അല്ലെങ്കിൽ ക്രിപ്റ്റോയിനെ പറ്റി പഠിക്കുന്നു. സോ മലയാളികൾക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള ഒരു പ്രത്യേക ഒരു താല്പര്യം നമ്മൾ എപ്പോഴും കാണാറുണ്ട്. സോ എന്തായാലും നമുക്കറിയാം, ക്രിപ്റ്റോ മേഖലയുടെ സാധ്യതയെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു ഉദാഹരണമൊക്കെ ആയി കാണുന്ന അല്ലെങ്കിൽ നമ്മളെപ്പോഴും സംസാരിക്കുന്ന സമയത്ത് വരുന്ന ഒരു കോയിൻ ഉണ്ട്, ബിറ്റ് കോയിൻ. നമുക്കറിയാം 2009 സീറോ വാല്യൂവിൽ ലോഞ്ച് ചെയ്തു. 2010 നമുക്കറിയാം, 2010 പോലും ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ 50 പൈസ മുതൽ ₹1 വരെയായിരുന്നു ബിറ്റ് കോയിന്റെ വാല്യൂ. എന്നാൽ നമുക്കറിയാം, അതിനുശേഷം 2013 അത് 10,000 രൂപയ്ക്ക് മുകളിലോട്ടും 2017 15 ലക്ഷം ഇന്ത്യൻ രൂപയ്ക്ക് മുകളിലോട്ടും ഒക്കെ എന്ത് ചെയ്തു, ബിറ്റ് കോയിന്റെ വാല്യൂ വലിയ രീതിയിൽ വർദ്ധിച്ചു എന്നുള്ളതാണ്. 2017 എനിക്ക് തോന്നുന്നു ലോകം മുഴുവൻ ബിറ്റ് കോയിൻ ഒരു സ്വീകാര്യത വരുന്നതും. സോ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ 2010 ഇതിന്റെ സാധ്യത മനസ്സിലാക്കി ഒരുപക്ഷെ ഓൺലൈൻ തന്നെ തട്ടിപ്പാണെന്ന് പറഞ്ഞു നടന്ന ഒരു കാലഘട്ടത്തിൽ ഇതിന്റെ സാധ്യത മനസ്സിലാക്കിയ ആളുകൾ തീർച്ചയായിട്ടും അന്ന് തുച്ഛമായ തുക ഇൻവെസ്റ്റ് ചെയ്ത് ഇന്ന് കോടികളിലോട്ട് അത് കൺവേർട്ട് ചെയ്തു എന്നുള്ളതാണ്. സോ 2026 നിൽക്കുന്നു. ഇന്ന് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക, 60 ലക്ഷം രൂപ മുതൽ 70 ലക്ഷം രൂപ വരെയൊക്കെ ഇങ്ങനെ വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റേറ്റ് ആണ് ബിറ്റ് കോയിൻ ഉള്ളത്. സോ ഇതുപോലെ ഒരുപാട് എക്സാമ്പിളുകൾ നമ്മുടെ മുന്നിലുണ്ട്. ബിറ്റ് കോയിൻ അല്ലാതെ നമുക്കറിയാം എതേറിയം, BNB, സൊളാന തുടങ്ങിയ ഒരുപാട്, പോളിഗൺ തുടങ്ങിയ ഒരുപാട് കോയിനുകൾ അല്ലെങ്കിൽ ടോക്കൻസ് വളരെ സക്സസ് ആയിട്ട് മാറിയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അപ്പോൾ എന്താണ് ഈ ഒരു മേഖലയുടെ പ്രാധാന്യത എന്ന് ഒരുപക്ഷെ ക്രിപ്റ്റോ മേഖലയെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് പോലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ്. സോ എന്തായാലും ഇന്ന് ഞാൻ കൂടുതൽ ക്രിപ്റ്റോയെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾ, സോ ഇനിയും എങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അവസരത്തെ. ഒരുപക്ഷെ നമുക്കറിയാം, പലപ്പോഴും ക്രിപ്റ്റോ എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോ മാർക്കറ്റിൽ പല റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ തന്നെ ഉണ്ട്. സോ നമ്മളൊന്നും അറിയാതെ പോയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കൊന്നും നേടാം അല്ലെ? ഏതൊരു മേഖലയെ പോലെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളോട് ചോദിച്ച് തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മൾ ഇപ്പോ ഒരു എന്താ പറയാ, നമ്മുടെ നാട്ടില് ഒരു ഡോക്ടർ ആവാൻ പോകുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്, അയാള് പഠിക്കുന്നത് 5 വർഷത്തെ കോഴ്സാണ്, MBBS എന്ന് പറയുന്ന ഒരു കോഴ്സാണ്. അല്ലാതെ ആൾക്ക് പെട്ടെന്ന് ഒരു ദിവസം എല്ലാവരും ഡോക്ടർ ആവുന്നുണ്ട് എന്ന് പറഞ്ഞ് ഡോക്ടർ ആവാൻ സാധിക്കൂല. സോ എന്ന് പറഞ്ഞ പോലെ കൃത്യമായ അറിവും അല്ലെങ്കിൽ എന്താ പറയാ, അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളും തീർച്ചയായിട്ടും ഏത് മേഖലയിലും, അതിപ്പോ വർഷങ്ങളുടെ പഠനം എന്നുള്ള ഞാൻ പറയുന്നില്ല, എന്നാൽ പോലും കൃത്യമായ പഠനങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ സക്സസ് ആക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. സോ എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ലിറ്റ്മെക്സ് എന്ന് പറയുന്ന LMX പ്രോട്ടോകോൾ അഥവാ ലിറ്റ്മെക്സ് പ്രോട്ടോകോൾ എന്ന് പറയുന്ന കമ്പനി ഒരു UK ബേസ്ഡ് കമ്പനിയാണ്. അവരുടെ ഒരു പ്രോഡക്റ്റ് ആണ് LMX ടോക്കൺ. സോ നമുക്കത് LMX ടോക്കൺ നമുക്ക് ഇന്ന് നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, ഓൾറെഡി ലിറ്റ്മെക്സ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ടാവും. ഇത് നമുക്ക് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇതിനകത്ത് നമുക്ക് പ്രീസെയിൽ ഓപ്ഷൻ ഉണ്ട്. പ്രീസെയിൽ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും. അതുപോലെ തന്നെ
നമുക്ക് എന്ത് ചെയ്യും, മൈനിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫ്രീ ആയിട്ട് മൈൻ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഞാൻ ഓൾറെഡി ഞാനൊരു അതിന്റെ ഒരു വീഡിയോ, ഞാനൊരു 5 മിനിറ്റ്സ് ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. സോ അത് കാണാത്ത ആളുകൾ ജസ്റ്റ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ള വീഡിയോ ആണ്, ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം. സോ ഈ ഒരു പ്രൊജക്ട് എന്താണെന്ന് മാത്രം മനസ്സിലാക്കുക. സോ ഇത് ഓൾറെഡി ഞാൻ സൂചിപ്പിച്ചു, സൊലാന ബ്ലോക്ക് ചെയിനിൽ ഉള്ള ഒരു ടോക്കൺ ആണ്. സൊലാന എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ സ്പീഡ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ ആണ്. അതായത് നമുക്ക് ഒരു പെർ സെക്കൻഡിൽ 65,000 ട്രാൻസാക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട്. ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ് എന്നുള്ളതൊക്കെയാണ് സൊലാന ബ്ലോക്ക് ചെയിനിൽ വരാനുള്ള ഒരു റീസൺ. അതേപോലെ ഓൾറെഡി നമുക്ക് ഈ ഒരു ടോക്കന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ പലപ്പോഴും പല പ്രൊജക്റ്റുകളെ കുറിച്ചും പറയുന്ന സമയത്ത് നമ്മൾ അല്ലേ കുറെ നാൾ കാത്തു നിന്ന് അത് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറയാറുണ്ട്. സോ ഇവിടെ ഓൾറെഡി ഇതൊരു വെബ്3 വാലറ്റുകളിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടോക്കൺ ആണ്. നിങ്ങൾ ബിനാൻസിന്റെ വെബ്3 എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോക്കൺ അവിടെ കാണാൻ കഴിയും. ട്രസ്റ്റ് വാലറ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമുക്ക് ഇത് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ചെറിയ, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ റുപ്പി വെച്ച് പറയുകയാണെങ്കിൽ 2 രൂപ 80 പൈസ വാല്യൂവില് ജനുവരി 11-ന് സ്റ്റാർട്ട് ചെയ്ത് ഓൾറെഡി എനിക്ക് തോന്നുന്നു ലിസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന ഒരു പ്രൊജക്റ്റ് ആണ്. ആ സമയത്ത് തന്നെ എനിക്ക് ഈ പ്രൊജക്റ്റിനെ കുറിച്ച് അറിയാൻ സാധിച്ചിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാനൊന്നും പോയിട്ടില്ല. ഫ്രീ മൈനിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. സോ ഞാൻ നിങ്ങളോടൊക്കെ പറയുന്ന കാര്യത്രേ ഉള്ളൂ, ഈ വീഡിയോയുടെ താഴെ ഒരു ഫ്രീ മൈനിങ് ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഈ പ്രൊജക്റ്റിനെ കുറിച്ച് പഠിക്കുക. അതിനുശേഷം ഞാൻ ഈ വീഡിയോയിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ നമുക്ക് എന്തൊക്കെ ഭാഗമായിട്ട് കൂടുതൽ ടോക്കൺസ് ഏൺ ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് ഇതിലൂടെ സക്സസ് ആകാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഞാൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. സോ ഇവിടെ ബിനാൻസിൽ ഓൾറെഡി, ബിനാൻസ് അറിയുന്ന ആളുകൾക്ക് അറിയാം, ബിനാൻസിന്റെ ഓഡിറ്റ് ചെയ്തതിൽ 8/8 സ്കോർ LMXന് ഉണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. സോ അതേപോലെ നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റുള്ള ആളുകൾക്ക് ട്രസ്റ്റ് വാലറ്റിലൊക്കെ തന്നെ ചെക്ക് ചെയ്യാം. ഞാനിപ്പോ തൊട്ട് മുമ്പേ ഈ ഒരു ഇത് റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ചെക്ക് ചെയ്ത സമയത്ത് 8 രൂപയോളം വാല്യൂ ഇന്ന്, അതായത് ഏപ്രിൽ 8-ാം തീയതി LMX എന്ന് പറയുന്ന ടോക്കൺ ഉണ്ട്. സോ 2 രൂപ 80 പൈസക്ക് ലോഞ്ച് ചെയ്ത് ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു 3 മാസത്തോളം സമയമായ സമയത്താണ്, 3 മാസത്തോളം ആവുന്നു, 3 മാസത്തിലേക്ക് കടക്കാൻ പോകുന്നു. ഈ സമയത്ത് എന്ത് ചെയ്തു, 8 രൂപ വാല്യൂയിലേക്ക് ഓൾറെഡി എത്തിക്കഴിഞ്ഞു. സോ നമ്മൾ മനസ്സിലാക്കി, ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് നിങ്ങൾ അവിടെ തന്നെ മനസ്സിലാക്കുക, ഇത് വളരെ ശക്തമായ ഒരു പ്രോജക്റ്റ് ആണ്. സോ ഇതിന്റെ ഒരു രീതി എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ ഇവിടെ ഈ ഒരു വെബ്സൈറ്റിനകത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഓൾറെഡി ഇതിന്റെ litmex.com എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. നിങ്ങളുടെ മൊബൈൽ ഫോണിലോ ലാപ്ടോപ്പിലോ അങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കുക. ഇതിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പ്രോജക്റ്റ്, അല്ലെങ്കിൽ ഇവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഇതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്, ടോക്കൺ ഡിസ്ട്രിബ്യൂഷൻ. ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 1 ബില്യൺ ആണ്. 1 ബില്യൺ മീൻസ് 100 കോടി ടോക്കൺസ് ആണ് ടോട്ടലി ഉള്ളത്. അതിൽ 30% കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് ഇതാണ് ഞാൻ പറഞ്ഞത്, ഫ്രീ മൈനിങ്ങിലൂടെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടോക്കൺ. ഇപ്പൊ ഞാൻ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായ സമയത്ത് എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം ഒരു 3000-4000 ടോക്കൺ ഒക്കെ ആയിരുന്നു ടോട്ടലി ഈ ഒരു കമ്മ്യൂണിറ്റി മൈനിങ്ങിലൂടെ പോയതായിട്ട് കണ്ടിട്ടുള്ളത്, ആളുകൾക്ക് കിട്ടിയിട്ടുള്ളതായി കണ്ടിട്ടുള്ളത്. ഇപ്പൊ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഇന്ന് 1 കോടി ടോക്കൺ മൈനിങ്ങിലൂടെ പല ആളുകളുടെ കയ്യിലോട്ട് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. 15, അതായത് 30% എന്ന് പറയുന്ന സമയത്ത്, 1 ബില്യന്റെ 30% എന്ന് പറയുന്ന സമയത്ത് 150 മില്യൺ, ദാറ്റ് മീൻസ് 15 കോടി ടോക്കൺ എന്ത് ചെയ്യുന്നു, ഞാനും നിങ്ങളും പോലെയുള്ള ആളുകളിലോട്ട് എത്തുന്നുണ്ട്. സോ ഇത് നമ്മൾ മാക്സിമം ഈ ഒരു അവസരത്തെ നമ്മൾ എന്ത് ചെയ്യും, ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. സോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ ഡീറ്റെയിൽ ഇതിലോട്ടൊന്നും പോകുന്നില്ല, വീഡിയോ ഒരുപാട് ലെങ്ത് ആവും, നിങ്ങളതൊക്കെ ചെക്ക് ചെയ്യാം. സോ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്തുണ്ട്, റോഡ് മാപ്പ് കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്തുണ്ട്. സോ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമാവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഞാൻ സൂചിപ്പിച്ചു, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഫ്രീ മൈനിങ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യുക, മൈനിങ് സ്റ്റാർട്ട് ചെയ്യുക.
അത് നിങ്ങൾ ടെലഗ്രാമിൽ ഒരു മിനി ആപ്പിലോട്ടായിരിക്കും പോകുന്നത്. അതിൽ സ്റ്റാർട്ട് മൈനിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഫ്രീ ആയി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ദിവസം 8 മണിക്കൂറുകൾ എന്നുള്ള രീതിക്കാണ് എന്ത് ചെയ്യുന്നത്, ഓരോ സൈക്കിൾസിലായിട്ട് നമുക്ക് മൈൻ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു 8 മണിക്കൂറിൽ നമുക്ക് 6 ടോക്കൺ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈൻ ചെയ്യാൻ പറ്റും. ആ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, മൈനിങ് സ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെ 3 സൈക്കിൾസ് ആയിട്ട് 6x3 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 18 ടോക്കൺസ് വരെ, ദാറ്റ് മീൻസ് ഇന്നത്തെ വാല്യൂ വെച്ച് ഒരു 50 രൂപയ്ക്ക് തുല്യമായിട്ടുള്ള, അത് ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും, വാല്യൂ കൂടുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട കേട്ടോ. സോ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇന്ന് ടോക്കൺസ് കളക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അത് കളക്ട് ചെയ്യാം. സോ ഇതിൽ തന്നെ മറ്റൊരു ഓപ്ഷൻ നമുക്ക് ഒരു ഇൻവെസ്റ്റിംഗ് എന്നുള്ള രീതിക്ക് അതിനെ കരുതാൻ പറ്റുമോ വെച്ചാൽ, നമുക്ക് $25 നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ് മീൻസ് ഞാൻ മനസ്സിലാക്കുന്ന അതിന്റെ ഒരു ബോട്ട് പർച്ചേസ് ചെയ്യാന്നുള്ള രീതിക്കാണ്. $25 നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോ മൈനിങ് എന്നുള്ള ഓപ്ഷനിലോട്ട് മാറ്റാൻ പറ്റും. ദാറ്റ് മീൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ 8 മണിക്കൂർ കഴിയുന്ന സമയത്ത് നമ്മൾ മൈനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, മൈൻ ചെയ്യുന്നു. സോ അതേപോലെ തന്നെ നമുക്ക് ഓട്ടോ മൈൻ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതിലുപരി നമുക്ക് സ്റ്റേക്ക് ചെയ്യാനുള്ള, നമ്മൾ നേടിക്കഴിഞ്ഞാൽ, അതായത് നമുക്ക് മൈൻ ചെയ്തിട്ടുള്ള ടോക്കൺസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്റ്റേക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ സ്റ്റേക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ദിവസവും എന്താ പറയാ, നമ്മൾ സ്റ്റേക്ക് ചെയ്ത ടോക്കന്റെ 0.5% ഇൻസെന്റീവ് ആയി നേടാനുള്ള ഒരു അവസരവും എന്തുണ്ട്, ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. സോ ഇത് നമുക്ക് ഡോളറായി മീൻസ് ദാറ്റ് മീൻസ് USDT ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്, ക്യാഷ് ആക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. മിനിമം $2 ആയി കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോ ചെയ്യാം. സോ ഇത് എനിക്ക് ഓൾറെഡി ഞാൻ എൻ്റെ വാലറ്റ്, ഒരുപക്ഷെ ഇന്ന് ഇതൊക്കെ നടക്കുമോ അല്ലെങ്കിൽ ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ള ആളുകൾക്ക്, ആർക്കെങ്കിലും സംശയമുള്ള ആളുകൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ടെലഗ്രാം കമ്മ്യൂണിറ്റി ലിങ്കും അതേപോലെ തന്നെ എനിക്ക് പേഴ്സണലി എന്നോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിനുള്ള ടെലഗ്രാം ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട്. സോ അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ്. സോ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുക. പറ്റുന്ന ആളുകൾ മാക്സിമം ഫ്രീ മൈനിങ്ങിന്റെ ഭാഗമാവാൻ ശ്രമിക്കുക. ദെൻ ഓട്ടോ മൈനിങ് എന്നുള്ളതൊക്കെ അതിന് ശേഷമുള്ള കാര്യം. ഇപ്പൊ ഞാൻ ഓട്ടോ മൈനിങ് എന്നുള്ള രീതിയിലോട്ട് ഞാൻ മാറ്റി കഴിഞ്ഞത്, എനിക്ക് എന്താ പറയാ, എനിക്ക് ഫ്രീ മൈനിങ്ങിലൂടെ കുറച്ച് ടോക്കൺസ് കിട്ടി, അത് വാലറ്റിൽ വന്ന് കിടക്കുന്നു, അതിന്റെ വാല്യൂ ഇത്ര USDT എന്നുള്ള രീതിക്ക് കണ്ട സമയത്ത് എന്ത് ചെയ്തു, ഞാൻ ഈ ഒരു അവസരത്തെ കൂടുതൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഞാൻ സ്റ്റേക്കിംഗ് ഉള്ള ഓപ്ഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ രീതിയിലോട്ട് എന്ത് ചെയ്തു, അപ്ഡേറ്റ് ചെയ്തു. സോ ഇതിന് മുകളിലോട്ട് വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. നമുക്ക് മൈനിങ് സ്പീഡ് കൂട്ടാൻ കഴിയും. ഓരോ $50 നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത്, $50 നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 18 ടോക്കൺ അഡീഷണലി ഒരു ദിവസം എന്ത് ചെയ്യാൻ പറ്റും, മൈൻ ചെയ്യാൻ പറ്റും. വീണ്ടും ഒരു $50, വീണ്ടും 18 ടോക്കൺ എന്ത് ചെയ്യാൻ പറ്റും, അഡീഷണലി മൈൻ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ തന്നെ നമുക്ക് മുന്നിലുണ്ട്. സോ അതൊക്കെ ഉപയോഗപ്പെടുത്തുന്ന, ഇതിന്റെ കൂടുതൽ സാധ്യതകൾ അറിയുന്ന ആളുകൾ, അല്ലെങ്കിൽ എന്താ പറയാ, കൂടുതൽ മുന്നോട്ട് ദീർഘവീക്ഷണത്തോടു കൂടി ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ നമ്മൾ തീർച്ചയായിട്ടും ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, നിങ്ങൾ ഫ്രീ മൈനിങ്ങിന്റെ ഭാഗമായി മാറുക. ആദ്യം ഡിവൈസിനാണ് ഇമ്പോർട്ടൻസ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതിനകത്ത് നമ്മൾ മാക്സിമം നമുക്ക് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്, ഇതിൽ നമുക്ക് മറ്റുള്ള ആളുകളിലോട്ട് ഇത് റെഫർ ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പൊ റെഫർ ചെയ്യാൻ കഴിയുന്നുള്ള സമയത്ത് നിങ്ങൾ ആളുകളെ കൂട്ടുന്ന ഒരു പരിപാടി എന്നുള്ള രീതിക്ക് നിങ്ങൾ കാണണ്ട. അപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, നമുക്ക് അങ്ങനെ ഒരു ഇൻകം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളിലോട്ട് റെഫർ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത്, എടാ നീ ഫ്രീ ആയിട്ട് മൈൻ ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ അവനോട് പറയുന്ന സമയത്ത്, ഈ വ്യക്തി മൈൻ ചെയ്യുന്നതിന്റെ നമ്മളെ ഡയറക്റ്റ് റെഫറലുള്ള വ്യക്തി മൈൻ ചെയ്യുന്നതിന്റെ 10% ടോക്കൺ, ഓരോ ദിവസവും മൈൻ ചെയ്യുന്നതിന്റെ 10% നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് അവന്റെ അടുത്ത ലെവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്കൻഡ് ലെവൽ. ഇപ്പൊ സെക്കൻഡ് ലെവലിലോട്ട് പോകുമ്പോൾ 5%, പിന്നെ 4%, ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഓരോ 10 ലെവൽ വരെ നമുക്ക് മൈനിങ്ങിനാണ് ഇമ്പോർട്ടൻസ്. നമ്മൾ മനസ്സിലാക്കുക, ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷിൽ നിന്ന് എടുത്തല്ല തരുന്നത്, അയാൾ മൈൻ ചെയ്യുന്നതിന്റെ ഇത്ര പെർസെന്റേജ് എന്നുള്ള രീതിക്ക് നമുക്ക്, അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കാം, നമ്മൾ
ഒരു ഒരു ഇതിനകത്ത് നമ്മളൊരു നല്ലൊരു ടീം ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ഉണ്ട്. സോ നമ്മളെ കൂടെയുള്ള ആളുകൾ മൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, വെറുതെ കുറച്ച് ആളുകൾ വന്ന് ഇതിൽ രജിസ്റ്റർ ചെയ്തത് കൊണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, അവർ മൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവർ സീരിയസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അവര് എന്താ പറയാ ഇതിന്റെ സാധ്യത മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. സോ ഇത്തരം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു സൂചിപ്പിക്കാനുള്ളത്. സോ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യും. സോ കൂടുതൽ കാര്യങ്ങൾ ആദ്യം നിങ്ങൾ ഈ പറഞ്ഞ ഫ്രീ മൈനിങ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ ഓട്ടോ മൈനിങ്, സ്റ്റേക്കിംഗ് പോലെയുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള ആളുകൾ ഈ പറഞ്ഞ $25 എന്നുള്ള രീതിക്ക് പ്ലാൻ അപ്ഗ്രേഡ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യുക. അങ്ങനെ സാധിക്കുന്ന ആളുകൾ മാത്രം വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ എന്തായാലും നമുക്കറിയാം വലിയ വലിയ സാധ്യതകളാണ്. $25 എന്നൊക്കെ പറയുന്ന സമയത്ത് വലിയൊരു ഫിഗർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നമുക്കറിയാം മാർക്കറ്റിൽ ലക്ഷങ്ങളും 10,000-ങ്ങളും ഒക്കെ കൊണ്ടുപോയി ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പല പ്രൊജക്റ്റുകളിലും ഇടുന്നു. ഒരുപക്ഷെ നമ്മളൊരു സുഹൃത്ത് പറഞ്ഞത് കൊണ്ടോ ഒക്കെ തന്നെ ആയിരിക്കും നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. സോ ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ പഠിക്കുക. ഒരുപക്ഷെ ഇന്ന് നമ്മൾ പല അവസരങ്ങളും അല്ലെ, ഏതാണ് ശരിയായ അവസരം എന്നുള്ളത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ്. എന്നാൽ ഇന്ന് ഈ ഒരു അവസരം, ഈ ഒരു ഓപ്പർച്യൂണിറ്റി, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇത് കൊള്ളാമെന്ന് തോന്നിയത് മറ്റൊന്നും കൊണ്ടല്ല. നമുക്കറിയാം നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്ത സാധനങ്ങളെ നമ്മളൊരു വാല്യൂ സൃഷ്ടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് പൈടോക്കൺ ഈ അടുത്ത് വന്നത്. ഇപ്പൊ ബിറ്റ് കോയിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ബിറ്റ് കോയിനൊക്കെ പണ്ട് ഗെയിം കളിച്ചപ്പോ ആളുകൾക്ക് കിട്ടിയ സാധനമാണ്. അപ്പൊ അതൊക്കെ നമുക്ക് അറിയാം. സോ അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിലോട്ട് വന്നിട്ടുള്ളത്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ വളരെ ശക്തമായിട്ട് മനസ്സിലാക്കി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. സോ എന്തായാലും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ്, കാര്യങ്ങൾ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയാനുള്ള ആളുകളൊക്കെ തന്നെ താഴെയുള്ള ടെലഗ്രാം ലിങ്കിലൊക്കെ തന്നെ വന്ന് ജോയിൻ ചെയ്യാം. ടെലഗ്രാം ചാനൽ, കമ്മ്യൂണിറ്റി ചാനൽ ലിങ്ക് ഉണ്ട്. സോ അതേപോലെ ഒരു പേഴ്സണൽ ചാറ്റ് ചെയ്യാനുള്ള ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഫ്രീ മൈനിങ്ങിന്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. എല്ലാവർക്കും വലിയ വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.